സോഷ്യൽ ഇടങ്ങളിലൊക്കെ തന്നെ സ്ത്രീകളെക്കുറിച്ച് മോശമായി പരാമർശിക്കുന്നവർക്ക് ശക്തമായ ഒരു താക്കീത് പോലെ ഒരു കോടതി വിധി വന്നിട്ടുണ്ട്. സ്ത്രീയുടെ ശരീരഘടനയെക്കുറിച്ച് അശ്ലീല ചുവയുള്ള പരാമർശം നടത്തുന്നത് ലൈംഗിക അതിക്രമത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് ഹൈക്കോടതി. ലൈംഗിക അതിക്രമ കേസ് റദ്ദാക്കാൻ KSEB മുൻ ജീവനക്കാരൻ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് കേരള ഹൈക്കോടതി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ഏത് കേസിലാണ് കോടതിയുടെ വിധി ഉണ്ടായത്? വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഈ വിധിക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഈ കേസിന് നിലവിൽ ഇപ്പോഴോടുന്ന ഒരു കേസുമായി പോലും ബന്ധപ്പെടുത്താം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ കുന്തി ദേവി പരാമർശമൊക്കെ നടത്തി ചില ആളുകൾ പരസ്യമായി അപമാനിക്കുകയും അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നൊരു നടി പരാതി നൽകുന്ന ഘട്ടത്തിൽ കൂടിയാണ് കോടതിയിൽ നിന്നും ഈ ഒരു പരാമർശം വരുന്നത്. നല്ല ശരീരഘടനയാണെന്ന് സ്ത്രീയോട് പറയുന്നതും ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾ അയക്കുന്നതും ലൈംഗികാതിക്രമമാണെന്ന് കോടതി പറയുന്നു. സഹപ്രവർത്തകയുടെ ശരീരഭംഗി മികച്ചതാണെന്ന് പറഞ്ഞതിനും ഫോണിൽ ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾ അയച്ചതിനും ഒരാൾക്കെതിരെ കേസെടുത്തിരുന്നു. അത് KSEBയുടെ മുൻ ഉദ്യോഗസ്ഥൻ കൂടിയായ R രാമചന്ദ്രൻ നായർക്കെതിരെയാണ് കേസെടുത്തത്. അത് ആ കേസ് റദ്ദാക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആവശ്യം കോടതി തള്ളിയിരിക്കുന്നു. 2017 ആലുവയിൽ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. മികച്ച ബോഡി സ്ട്രക്ചർ എന്ന കമന്റിൽ ലൈംഗിക ചുവയില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ ഇതിനെ പരാതിക്കാരി ശക്തമായി എതിർത്തു. കോടതിയും ഈ പരാതിക്കാരിക്കൊപ്പം നിൽക്കുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്ത കുന്തി ദേവി പരാമർശത്തിലൊക്കെ എടുത്ത കേസ് എന്താകും എന്നുള്ളത് ഏറെക്കുറെ ഇപ്പോൾ നമുക്ക് വായിക്കാം. എന്തായാലും മുൻകൂർ ജാമ്യമൊക്കെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കോടതി ശക്തമായ നിലപാടിലാണ്, കടുത്ത നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്.